നമ്മളെ പള്ളിയിൽ പെരുന്നാളിന് വേണ്ടി ഇറക്കിയ സാധനമാണ്. ഹൈ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ പള്ളിയിൽ പോകണം. അങ്ങനെ നോക്കി പോകണം, അടിപൊളി മഴ, പിന്നെ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയും പൊരിയാണ്. പിന്നെ അതൊന്നും ഒരു പീസ് എടുത്ത് കഴിച്ച് ഇങ്ങനെ മഴയത്ത് ചില്ലടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പള്ളി പോകാൻ സമയത്ത് അങ്ങനെ ഫ്രഷായി നേരെ പള്ളിയിൽ എത്തിയപ്പോൾ കാണാം അവിടെ നിസ്കാരമൊക്കെ തുടങ്ങാറായി. പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം ഫ്രണ്ട്സായിട്ടൊക്കെ അങ്ങ് ചില്ലടിച്ച് നോക്കിയപ്പോൾ കാണാം ഒരു യമണ്ട സാധനം. പിന്നെ അവിടെ എല്ലാവരും കൈയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ജിലേബിയും അടിച്ച് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നമ്മൾ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചളി അടിക്കില്ല, അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും കുറേ നേരം ചളിയടിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യമൊക്കെ സംസാരിച്ച് ചിരിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നേരെ വീട്ടിലെത്തി അടിപൊളി പൊറോട്ടയും എല്ലാം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എത്തി. അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ വേണ്ടി. പിന്നെ അവനുമായിട്ട് സംസാരിച്ച് നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ നേരെ ബീച്ചിലെത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കഫേ ഉണ്ട്, അടിപൊളിയാണ്, ബീച്ച് ഹിൽസ് എന്നും പറഞ്ഞു. ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ലൈം ജ്യൂസും കുടിച്ച് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങ് ഇരിപ്പായി കുറേ നേരം. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ വീണ്ടും ലുലു മോളിൽ പോകാൻ വേണ്ടി ഫാമിലിയിലൂടെയാണ് കേട്ടോ. അങ്ങനെ ലുലു മോളിൽ പോകാൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്ത് കുറച്ച് ഫ്രഷാണ്, മനസ്സിലായി, ആരും പോകാത്ത സ്ഥലമാണ്. അങ്ങനെ വീണ്ടും നോക്കി പോണേ ഈ ചെറുക്കനെ വീണ്ടും അവിടെ വെച്ച് കണ്ടു. നേരെ നമ്മൾ ചായയിലെത്തി ഒരു ചായ വാങ്ങിച്ച് നേരെ അങ്ങ് കുടിച്ച് ഒരു വൈബായിരുന്നു. ചായ കുടിച്ചപ്പോഴാണ് ഓണായത്, മനസ്സിലായി. പിന്നെ നേരെ ഒരു അവിൽ മിൽക്കും അടിച്ച് എനിക്കൊന്നും വേണ്ട, മനസ്സിലായി. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി, കുറച്ച് കുറുമ്പിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.